ഇതിൽ ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ വളരെ രസകരമായ അന്വേഷണ റിപ്പോർട്ടാണ്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു തരത്തിലും പരാതിക്കാരനെ മൊഴിയെടുത്തിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം. പരാതിക്കാരനെ മൊഴിയെടുക്കുക, അത് ചെയ്തിട്ടില്ല. ഇനി ഈ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിച്ച PV അൻവറിന്റെ മൊഴി ഒരു തവണയെ രേഖപ്പെടുത്തിയുള്ളത്. അൻവർ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അൻവറിന്റെ ആരോപണം പൂർണ്ണമായും വ്യാജമാണെന്ന് പറയുന്നു. സ്വർണ്ണക്കടത്തിൽ ADGP നിരപരാധിയാണെന്ന് പറയുന്നു. ഇനി ഈ നേരത്തെ മരമുറിയുമായി ബന്ധപ്പെട്ട തേക്ക് മരം കൊണ്ട് അദ്ദേഹം ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നു. എല്ലാ ആരോപണങ്ങളും തെറ്റാണ് എന്ന് പറയുമ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിജിലൻസ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് അജിത് കുമാർ തന്നെ തയ്യാറാക്കിയതാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്നത്. അത് P ശശിയുടെ ഓഫീസിൽ വെച്ച് അവിടെ തന്നെ എല്ലാം എഴുതി ഇങ്ങനെ വേണം ആ റിപ്പോർട്ട് എന്ന് എഴുതി കൊടുത്തത് അജിത് കുമാറാണെന്ന ഗുരുതരമായ ആരോപണം കൂടി ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുകയാണ്. കാരണം PV അൻവർ ഇങ്ങനെ തെളിവുകളില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരാൾ എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കോടതി ഈ അന്വേഷണം തന്നെ തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ്.